പതിവ് പോലെ ഓണം കളറാക്കാൻ ഒരുപിടി മലയാള സിനിമകളാണ് വരാനിരിക്കുന്നത്. സൂപ്പർ താര സിനിമകൾ ഉൾപ്പെടെ വരാനിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു കൊച്ചു പടവും വരുന്നുണ്ട്. പേര് മേനെ പ്യാർ കിയ. പക്ഷെ വെറും ഒരു കൊച്ചു സിനിമയെന്ന് പറഞ്ഞ് ഈ സിനിമയെ അങ്ങനെ തള്ളിക്കളയാനാകില്ല. കാരണം ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി ഒരുപിടി പ്രതീക്ഷ ഉണർത്തുന്ന അണിയറ പ്രവർത്തകരുമായിട്ടാണ് മേനെ പ്യാർ കിയ എത്തുന്നത്. തമിഴിലെ സെൻസേഷണൽ മ്യൂസിക് വീഡിയോ ആയ കാറ്റി സേരെ ഓർമ്മയിലെ സായി അബിങ്കർ സംഗീതം നൽകിയ ഗാനം സോഷ്യൽ മീഡിയയെ ആകെ ഇളക്കി മറിച്ചിരുന്നു. ഈ ഗാനത്തിന് ശേഷം സായി അബിങ്കർ ഒരുക്കിയ ആസൈക്കൂടെ എന്ന ഗാനവും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായിരുന്നു. നടി പ്രീതി മുകുന്ദനായിരുന്നു ആസൈക്കൂടയിൽ പ്രധാന വേഷത്തിലെത്തിയത്. ഈ മ്യൂസിക് വീഡിയോയിലെ പ്രീതിയുടെ ഡാൻസും വൈറലായിരുന്നു. ഇപ്പോഴിതാ സൗത്ത് ഇന്ത്യ ഇളക്കി മറിച്ച പ്രീതി മുകുന്ദൻ മേനെ പ്യാർ കിയ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് എത്തുകയാണ്. ഒരു ലവ് സ്റ്റോറിയായി ഒരുങ്ങുന്ന സിനിമയിൽ പ്രീതി മുകുന്ദൻ കലക്കുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ഓൾ വി ഇമാജിനേഴ്സ്, ലൈറ്റ്, മുറ തുടങ്ങിയ സിനിമകളിലൂടെ തന്റെ പ്രകടനം കൊണ്ട് ഞെട്ടിച്ച നടനാണ് ഹൃദു ഹാരൻ. യുവതാരങ്ങളിൽ പ്രതീക്ഷ ഉണർത്തുന്ന നടനെന്ന നിലയിൽ ഹൃദുവിന്റെ ഓരോ സിനിമകൾക്കും പ്രേക്ഷകർ കാത്തിരിക്കാറുണ്ട്. മുറ എന്ന സിനിമ കണ്ടവരാരും ഹൃദുവിന്റെ പ്രകടനം മറക്കാനിടയില്ല. മേനെ പ്യാർ കിയയിലൂടെ വീണ്ടും നായകനായി ഹൃദു ഹാരൂൺ എത്തുമ്പോൾ മറ്റൊരു മികച്ച പ്രകടനം തന്നെ പ്രതീക്ഷിക്കാം. റൊമാൻസും ആക്ഷനും കോമഡിയും ഒക്കെ കൂടിക്കലർന്ന ഒരു പക്ക ഫെസ്റ്റിവൽ എന്റർടൈനർ ആകും മേനെ പ്യാർ കിയ എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. ഒരു താരമെന്ന നിലയിലേക്കുള്ള ഹൃദുവിന്റെ വളർച്ചയിൽ ഈ ചിത്രം വലിയ പങ്ക് വഹിക്കുമെന്ന സൂചനയും ട്രെയിലർ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സർപ്രൈസ് സീറ്റുകളിൽ ഒന്നായിരുന്നു മന്ദാകിനി. അൽത്താഫ് സലീമും അനാർക്കലി മരിക്കാറും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ തമാശകളുടെയും മികച്ച മേക്കിങ്ങിന്റെയും പിൻബലത്തോടെ ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നു. സ്പൈർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താനായിരുന്നു സിനിമ നിർമ്മിച്ചത്. ഇതേ നിർമ്മാണ കമ്പനി മേനെ പ്യാർ കിയയുമായി വരുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. മറ്റൊരു സർപ്രൈസ് ഹിറ്റ് സ്പൈർ പ്രൊഡക്ഷൻസ് ഓണം സീസണിൽ നൽകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ കൈയടി നേടിയ ശ്രീകാന്ത് വെട്ടിയാർ, അർജു, ആവേശം എന്ന സിനിമയിൽ നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിച്ച് കൈയടി നേടിയ മിഥുട്ടി എന്നിവരും മേനെ പ്യാർ കിയയുടെ ഭാഗമാണ്. സോഷ്യൽ മീഡിയയിൽ അവരുടെ തനതായ ശൈലിയിൽ ചിരിപ്പിച്ച് കൈയടി വാങ്ങിയ ഇവർ ഈ സിനിമയിലും ചിരി പടർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഹൃദു ഹാരൂൺ, പ്രീതി മുകുന്ദൻ എന്നീ താരങ്ങൾക്കൊപ്പം ഇവരും ഒന്നിക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ ചിത്രത്തിന്റെ എല്ലാ ക്വാളിറ്റിയുമുള്ള ഒരു സിനിമ തന്നെയാകും വരുന്നത്. വാഴ എന്ന സിനിമയിൽ എ ബനാന എന്ന ഹിറ്റ് ഗാനം ഒരുക്കിയ ഇലക്ട്രോണിക് കിളിയാണ് മേനെ പ്യാർ കിയയുടെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. ഇതുവരെ സിനിമയുടേതായി പുറത്തുവന്ന 2 ഗാനങ്ങളും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഗംഭീര പശ്ചാത്തല സംഗീതവും മ്യൂസിക്കും കൊണ്ട് ഈ സിനിമയിലും ഇലക്ട്രോണിക് കിളി കൈയടി നേടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഹൃദയപൂർവ്വം, ലോക, ഓടും കുതിര, ചാടും കുതിര എന്നീ സിനിമകളോട് പടപൊരുതി മേനെ പ്യാർ കിയയ്ക്ക് വലിയ വിജയം നേടാനാകട്ടെ.